ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേഡ. ഇന്നത്തെ നിഫ്റ്റിയുടെയും അതിൻ്റെ ഓപ്ഷൻസിൻ്റെയും പെർഫോമൻസ് ആണ്. നല്ലൊരു റിട്ടേൺസ് കിട്ടിയ ദിവസമാണ് ഇന്ന്. നല്ലൊരു മാർക്കറ്റ് ഡൗൺ സൈഡ്, വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു മാർക്കറ്റിൻ്റെ. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 8 ജനുവരിയിലെ പെർഫോമൻസ് ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ മോർണിംഗ് സൈഡിൽ നമ്മുടെ സോഫ്റ്റ് അവിടെ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ സെൽ തന്നത് നമുക്ക് ആക്ച്വലി 9:23 അപ്പോൾ അവിടുന്ന് സെൽ സിഗ്നൽ തന്ന മാർക്കറ്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. അവിടുന്ന് രാവിലെ ചെറിയൊരു കൺസോളേഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഡൗൺ ഇറങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോകാൻ നോക്കിയതിന് ശേഷമാണ് പിന്നീട് ആ സപ്പോർട്ട് അടിച്ചിറങ്ങിയത്. അവിടുന്ന് ഒരു കണ്ടിന്യൂസ് ഡൗൺ ആയിരുന്നു. 2-3 പ്രാവശ്യം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഇറങ്ങി. ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് ലെവലായപ്പോൾ ചെയ്യും മാർക്കറ്റ് തിരിച്ച് കയറാൻ നോക്കിയെങ്കിൽ നമ്മുടെ സോഫ്റ്റ് അവിടെ സെല്ലിൽ തന്നെ താഴത്തെ കൺഫർമേഷൻ ബാർ റെഡായി തിരിച്ച് പിന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ഒരു പിന്നത്തെ മാർക്കറ്റ് ഡൗൺ സപ്പോർട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. ഇപ്പോൾ സോഫ്റ്റ്വെയർ തന്ന റീ എൻട്രി ആണിത്. അവിടുന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചെറിയ റിട്ടേൺസ് പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് 26,200 പുട്ട് നമുക്ക് ലാസ്റ്റിൽ നിന്ന് കയറിപ്പോയ പോർഷനിൽ നിന്ന് അപ്രോക്സിമേറ്റ് 10 പോയിന്റുള്ള ഇപ്പോൾ കയറിയിട്ടുണ്ട്. സ്കാൽപ്പിങ്ങിൽ നിന്ന് നമുക്ക് ചെറിയ എൻട്രി, നമുക്ക് സ്കാൽപ്പിംഗ് മെത്തേഡ്, അതായത് 1 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എൻട്രി എടുക്കാൻ മാറാൻ കഴിയും. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് ആക്ച്വലി ഓപ്ഷൻസിൽ നമുക്ക് ക്ലോസിംഗ് ലെവലിൽ 2 മണിക്ക് ശേഷമുള്ള മാർക്കറ്റിൽ നമുക്ക് പെട്ടെന്ന് എൻട്രി എടുക്കുക. ഇപ്പോൾ ലാസ്റ്റത്തെ ലെവലിൽ നിന്ന് മിനിറ്റ് വൈസ് സ്റ്റാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 3 മണിക്ക് 5 മിനിറ്റ് മുമ്പ് കിട്ടിയ സിഗ്നലാണ്. അപ്പോൾ അവിടുന്ന് 266 ട്രേഡ് നമ്മൾ എടുക്കാൻ പറഞ്ഞു. അവിടുന്ന് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 313 വരെ പോയ ശേഷം പിന്നീട് തിരിച്ചിറങ്ങി പിന്നെ കയറുന്നു. അപ്പോൾ ചെറിയ റിട്ടേൺസ് നമുക്ക് ആക്ച്വലി ക്ലോസിംഗ് ലെവലിലുള്ള മാർക്കറ്റ് 2 മണിക്ക് ശേഷമുള്ള മാർക്കറ്റിൽ നിന്ന് പിടിച്ച ബൈ സിഗ്നലിൽ നിന്ന് നമുക്ക് കിട്ടിയ ട്രേഡാണ്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് ആണ് കൂടുതലും വെക്കേണ്ടത്. 1 മിനിറ്റ് നമുക്ക് ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും, ഒരുപാട് സിഗ്നലിന് കൺഫ്യൂഷനാണ്. പക്ഷേ 5 മിനിറ്റ്സ് കറക്റ്റ് ട്രേഡ് ആയിരിക്കും. 5 മിനിറ്റ്സിൽ കറക്റ്റ് ആയിരിക്കും സിഗ്നൽ അവിടെ കൊടുക്കുന്നത്. നമുക്ക് ഫേക്ക് ആയിട്ട് അപ്പ് ഡൗൺ തിരിച്ചറിഞ്ഞ ശേഷമാണ് ട്രേഡ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് 1 മിനിറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോർണിംഗ് സൈഡിലും ക്ലോസിംഗ് ലെവലിലും നമുക്ക് ചെറിയ റിട്ടേൺസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ട്രേഡ് എടുത്ത് മാറാൻ പറ്റും. ഇന്നത്തെ എൻട്രി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നിഫ്റ്റിയിൽ നമ്മുടെ സിഗ്നൽ പ്രകാരം നമ്മുടെ സോഫ്റ്റ്വെയർ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴേ നമുക്ക് സെൽ ഇൻഡിക്കേഷൻ തന്നു. സെൽ സിഗ്നൽ കിട്ടിയത് അപ്രോക്സിമേറ്റ് 9:23 എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽ തരുന്ന സമയത്ത് നമുക്ക് കൺഫേം ചെക്ക് ചെയ്തിട്ട് എടുക്കാമല്ലോ. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് സിഗ്നൽ വന്ന സമയത്ത് ആ കൺഫേം ആയില്ല. കൺഫർമേഷൻ വന്നപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നൊരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തില്ല. ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. അവിടെ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. അവിടുന്ന് പിന്നെ 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് കണ്ടിന്യൂഷൻ ഡൗൺ തന്നെയായിരുന്നു. അവിടെ നല്ല റിട്ടേൺ നമുക്ക് 3 ടാർഗറ്റും ഹിറ്റ് ചെയ്ത് 230 പോയിന്റ്സ് ഉള്ള ഇപ്പോൾ ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് റീ എൻട്രി, അതായത് ടാർഗറ്റ് 3 ഹിറ്റ് ചെയ്ത ശേഷം പിന്നെ ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ആണെങ്കിൽ നമുക്ക് റീ എൻട്രി സോഫ്റ്റ്വെയർ തന്നു പോകും. അപ്പോൾ അവിടെ റീ എൻട്രി ലെവലിൽ നമുക്ക് റീ എൻട്രി എടുക്കാം. അല്ലെങ്കിലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് മൊമെൻറ്റ് നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് നമുക്ക് എടുക്കാം. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷം പിന്നെ മാർക്കറ്റ് ഇറങ്ങാൻ നമുക്ക് എൻട്രി എടുക്കാം. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പിന്നെയും ഒരു ഡൗൺ ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പ്രീമിയം ചാർട്ട് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ആദ്യത്തെ മോർണിംഗ് സെക്ഷനിൽ 26,200 പ്രീമിയം നമുക്ക് സിഗ്നൽസ് വന്ന സമയത്തെ നമുക്ക് 9:20 വന്നിരുന്നു. അവിടുന്ന് 136 എൻട്രി കിട്ടിയതാണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് ഫസ്റ്റ് ആദ്യത്തെ ബ്രേക്ക്, അതായത് മാർക്കറ്റ് ചെറുതായിട്ട് കയറിയിട്ട് പിന്നെ ഒരു ഇറങ്ങിയിട്ടാണ് കയറിയിരിക്കുന്നത്. അവിടുന്ന് ആ സപ്പോർട്ട് ടച്ച് ചെയ്ത് പിന്നെ തിരിച്ചു പോകുമ്പോൾ 114, അവിടുന്ന് പിന്നെ മാർക്കറ്റ് കയറി 1 സൈഡ് മൊമെൻ്റ് 312 വരെ പോയ ശേഷമാണ് പിന്നെ മാർക്കറ്റ് ഒരു ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങി. പക്ഷേ ആ ഡൗൺ ഇൻഡിക്കേഷൻ നമുക്ക് പ്രീമിയത്തിൽ കിട്ടിയെങ്കിലും അവിടെ കൺഫേം ആയില്ല, അവിടെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡ് വേസ് ആണ് തന്നിരുന്നത്. പിന്നെ അടുത്ത ബ്രേക്കിൽ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ തിരിച്ച് കയറുന്നു. നെക്സ്റ്റ് പിന്നീട് മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോൾ ഇപ്പോൾ പിന്നെയും കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1 മിനിറ്റ് വൈസ് ചാർട്ടിൽ ആ ലാസ്റ്റത്തെ എൻട്രി നല്ല രീതിയിൽ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എൻട്രി ഒന്നും എടുത്തില്ലെങ്കിലും നമുക്ക് ആ 1 മിനിറ്റ് പ്രകാരമുള്ള ലാസ്റ്റത്തെ ട്രേഡിൽ നിന്ന് അവിടുന്ന് നമുക്ക് നല്ല റിട്ടേൺസ് ആയിരുന്നു. മോർണിംഗ് സൈഡിലും അതുപോലെ തന്നെ മാർക്കറ്റ് നല്ലൊരു അപ്സൈഡിലേക്ക് പോയപ്പോൾ പെട്ടെന്നൊരു എൻട്രി നമുക്ക് മിനിറ്റ് വൈസിൽ മോർണിംഗ് സൈഡിൽ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഗ്യാപ്പ് അപ്പിൽ നിന്ന് കയറിയിട്ട് നമുക്ക് തിരിച്ച് മാർക്കറ്റ് കയറിയത് അപ്രോക്സിമേറ്റ് 138 നിന്ന് അവിടെ നല്ലൊരു ഹൈക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നമ്മൾ മോർണിംഗ് സൈഡിൽ ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ 169 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നല്ല റിട്ടേൺ പിടിച്ചിട്ടുണ്ട്. അവിടെ നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗണിൽ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് സപ്പോർട്ട് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് ബ്രേക്ക് ചെയ്ത് കയറുക ചെയ്യുന്നത്. അവിടെ നിന്ന് ചെറിയ റിട്ടേൺ ഇപ്പോൾ ഒരു ആദ്യത്തെ ഹാഫ് ആൻ അവറിൽ തന്നെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വേർഷൻ. എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ലൈവ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം.